യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ MDMA കേസ് വാർത്തകൾ മെറ്റ നീക്കിയതിൽ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച പ്രതിപക്ഷം. മെറ്റയുടെ നടപടി സർക്കാർ ഇടപെടലിലൂടെയെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. സെൻസർഷിപ്പ് ഏകാധിപത്യപരം. വാർത്ത തടയുന്നത് പ്രതികൾക്കുള്ള സംരക്ഷണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ലഹരിക്കെതിരെ തൂഫാൻ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് സർക്കാർ തന്നെ അവകാശപ്പെടുന്ന ഘട്ടത്തിലാണ് ഓപ്പറേഷൻ തൂഫാന് നടന്ന അറസ്റ്റ് സർക്കാർ തന്നെ പൂഴ്ത്തിവെക്കുന്ന നിലയുണ്ടാകുന്നു. ഇപ്പോൾ വസ്തുതാപരമായ ഒരു വാർത്ത അത് നീക്കം ചെയ്യിക്കാൻ സാധാരണഗതിയിൽ നിയമപരമായി കഴിയില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു നീക്കം ചെയ്യൽ സംഭവിച്ചിട്ടുള്ളത്. അതേസമയം തന്റെ പ്രതികരണം പോലും ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാൻ സർക്കാർ ഇടപെട്ടുവെന്ന് പിണറായി വിജയൻ FB പോസ്റ്റിലൂടെ ആരോപിച്ചു. തന്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്തുവെന്നും പിണറായി വിജയൻ പറയുന്നു. ഹാൻസ് ജോൺ ചേരുന്ന വിശദാംശങ്ങളുമായി. ഹാൻസ്, ഈ മെറ്റയുടെ കടുംവെട്ട് തുടരുന്ന സമയത്ത് തന്നെ ഇത് വലിയ രാഷ്ട്രീയ ആരോപണമാക്കി മാറ്റുകയാണ് CPM. എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ഉള്ളടക്കം? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പോലും ഇത്തരത്തിൽ മെറ്റ സമൂഹ മാധ്യമത്തിൽ നിന്നും നീക്കിയെന്നാണോ പറഞ്ഞു വെക്കുന്നത്? അരുണ്യ, അങ്ങനെ തന്നെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് 3 യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ലഹരിമരുന്നുമായി പിടിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് മെറ്റ നീക്കം ചെയ്യുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഇന്ന് രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരുന്നു. സർക്കാർ ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അതേ പാതയിലൂടെയാണ് UDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളയാൾ ഇത്തരത്തിൽ ലഹരിമരുന്ന് കേസിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ഈ വാർത്താ സമ്മേളനം നടത്തി പോയതിനു ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളും മാധ്യമങ്ങളിലൂടെ വാർത്തകളായി പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ആ വാർത്തകൾക്ക് പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള വിലക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളയാൾ ഈ ലഹരിമരുന്ന് കേസിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ സർക്കാർ ലഹരിക്ക് പിന്തുണ നൽകുകയാണോ, അല്ലെങ്കിൽ സർക്കാർ ലഹരിമരുന്ന് ആൾക്കാരുടെ അല്ലെങ്കിൽ ഇടപാടുകാരുടെ പക്ഷത്തേക്ക് മാറിയോ എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് തൂഫാൻ നടക്കുമ്പോൾ മറ്റൊരു വശത്ത് ലഹരിമരുന്ന് മാഫിയയ്ക്ക് പിന്തുണ നൽകുകയാണോ സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ലഭിച്ച അഭിനന്ദനം ഈ ലഹരിമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് ദാസ്യപ്പണി ചെയ്തുകൊണ്ട് കളഞ്ഞു കുളിക്കരുത്. ഈ നീതിമാനായിട്ടുള്ള ഒരു ഭരണകർത്താവ് എന്നുള്ള രീതിയിൽ അനീതിക്കെതിരെ രമേശ് ചെന്നിത്തല പ്രതികരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. ഇത്തരമൊരു വിവാദമുണ്ടായിട്ട് ഇതുവരെയും ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ അതേസമയം ആരോഗ്യമന്ത്രി K മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം വൈകിട്ട് നടത്തിയിരുന്നു. തങ്ങളുടെ കൂടെയുള്ളവർ എത്തരക്കാരാണെന്ന് എങ്ങനെ അറിയാൻ കഴിയും എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. തോന്നിവാസം നടത്തി കഴിഞ്ഞാൽ അത് മെറ്റ നീക്കം ചെയ്യും എന്നുകൂടി K മുരളീധരൻ ഇന്ന് പറയുകയുണ്ടായി. അരുണ്യ. ശരി, ഹാൻസ് ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്.